എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കൊട്ടാരക്കര അപ്പോസ്തലൻ ടിനു ജോർജിന്റെ ശാപത്തോടനുബന്ധിച്ച് പെന്തക്കോസ്റ്റിലെയും ന്യൂജൻ സഭകളിലെയും ഒരുപാട് വചനവിരുദ്ധ പ്രകടനങ്ങൾ പുറത്തു വരികയാണ്. അതിനിടയിലാണ് ഒരു പെന്തക്കോസ്റ്റുകാരി പെൺകുട്ടി മതം ഉപേക്ഷിച്ചു, നിരീശ്വരവാദത്തിൽ ചേർന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പെന്തക്കോസ്ത് മതം എന്ന അവരുടെ ആ പരാമർശത്തിൽ നിന്നും പെന്തക്കോസ്റ്റിനെ കുറിച്ച് അവർക്ക് എത്രത്തോളം അറിയാം എന്നെനിക്കറിയില്ല. പെന്തക്കോസ്ത് മതത്തിൽ ഞാൻ പെട്ടുപോയി എന്ന് ആ സഹോദരി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ മതം എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പാകത്തിന് പറഞ്ഞതാണോ, അതോ പെന്തക്കോസ്റ്റിനെ അദ്ദേഹം മതമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. പെന്തക്കോസ്റ്റിനെ മതം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരി ഒരു പെന്തക്കോസ്തുകാരി ആയിരുന്നില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാം. അതല്ല, പെന്തക്കോസ്റ്റിലായിരുന്നയാളാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ആള് എന്നൊക്കെയാണ് അവകാശം പറഞ്ഞത്. ജനിച്ചത് കൊണ്ട് പെന്തക്കോസ്തുകാരി ആയിപ്പോയി എന്നും പെന്തക്കോസ്റ്റിനകത്ത് ഒരുപാട് ഉച്ചനീചത്വങ്ങളുണ്ട് എന്നും പിന്നെ കുറെ അധികം കാര്യങ്ങൾ പെന്തക്കോസ്റ്റിനെ കുറിച്ച് ആ സഹോദരി പരാമർശിക്കുന്നുണ്ട്. അവകളിൽ ഒരെണ്ണം പോലും തെറ്റാണെന്ന് പറയാൻ ഞാൻ തയ്യാറുമല്ല. കാരണം ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോസിന് താഴെ വന്നിട്ട് ചില ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ചില ഉപദേശിമാരുടെ നാവ് പിഴ കൊണ്ട് പെന്തക്കോസ്റ്റിന് ഏതാണ്ട് സംഭവിച്ചു എന്ന്. ഒരിക്കലുമില്ല. ടിനു സമ്പത്ത് തരാത്തവനെ ശപിച്ചു പറഞ്ഞതൊരു നാവ് പിഴയല്ല. PG വർഗീസ് കാശിടിയിപ്പിക്കാൻ വേണ്ടി ജിമിക്സ് നടത്തിയത് ഒരു നാവ് പിഴയല്ല. മരിച്ചവനെ ഉയർപ്പിച്ചു എന്നും പറഞ്ഞ് മറ്റൊരു ഉപദേശി കാണിച്ച അഭ്യാസ പ്രകടനം, അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതൊന്നും ഒരു നാവ് പിഴയൊന്നുമല്ല. ഇതെല്ലാം പ്രകടനങ്ങളാണ്. ഇതൊക്കെ പെന്തക്കോസ്ത് എന്ന ലേബലിൽ നടത്തിക്കൂട്ടുന്ന ജീവിത മാർഗങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും പെന്തക്കോസ്റ്റിനകത്തില്ല എന്നൊന്നും ആരും പറയാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ ദിവസം പാസ്റ്റർ MA വർഗീസിന്റെ മകൻ കോട്ടയത്ത് നടത്തിയ പരാമർശം ഒരു നാവ് പിഴയാണെന്ന് ചിലർ പറഞ്ഞു. അതിനും ഞാനിട്ട വീഡിയോയ്ക്ക് മറുപടി ആൾക്കാർ പറഞ്ഞത് ഒരു പാസ്റ്ററുടെ ഭാര്യ പോയി എന്നല്ല പറഞ്ഞത്, ഒരുപാട് പേരുടെ ഭാര്യ പോയി എന്നാണ് പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നേരെ കേട്ടു നോക്കിയാൽ മനസ്സിലാവും. വർഗീസ് പാസ്റ്ററുടെ മകൻ പറഞ്ഞതിനകത്ത് അയാള് ഒരു പാസ്റ്റർ തന്നെയാണ് പരാമർശിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഞങ്ങളുടെ ഉപദേശിമാരുടെ ഭാര്യമാരൊക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞത്. അപ്പൊ അത് സൂക്ഷിച്ച് കേട്ടു നോക്കിയാൽ മനസ്സിലാകത്തക്കതേ ഉള്ളൂ. അത് വിഷയമുള്ളതല്ല. ഇനി ശുശ്രൂഷകരുടെ എന്നല്ല, പെന്തക്കോസ്റ്റിനകത്ത് ഈ പറഞ്ഞ മൂല്യച്യുതികളൊക്കെ ഉണ്ട്. ഇതൊന്നും പെന്തക്കോസ്റ്റിന്റെ മുഖമുദ്രയായി കാണേണ്ടതില്ല. പെന്തക്കോസ്റ്റിനകത്ത് അനുവദനീയമായ കാര്യങ്ങളാണ് ഈ നടക്കുന്നതെങ്കിൽ നമുക്കതിനെ പെന്തക്കോസ്റ്റിന്റെ തലയിൽ വെക്കാം. പെന്തക്കോസ്റ്റ് എന്ന പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പെന്തക്കോസ്റ്റിന്റേതല്ല. നമുക്കറിയാമല്ലോ, ചിലര് രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നിട്ട് അവര് ചില വർത്തമാനം പറയുമ്പോൾ മറ്റ് ആ സംഘടനയിൽപ്പെട്ടവർ പറയാറുണ്ട് ഇത് അയാളുടെ വർത്തമാനമാണ് എന്ന്. പറഞ്ഞാൽ അയാൾ പറഞ്ഞ ആ വാക്കുകൾക്ക്, അയാളുടെ ആ പ്രവർത്തികൾക്ക് സംഘടനയുമായി ബന്ധമില്ല. ഞാനിപ്പോൾ പെന്തക്കോസ്തുകാരനാണ്, ജനിച്ചു വളർന്നത് പെന്തക്കോസ്തുകാരനായിട്ടാണ്. ഞാൻ അതിൽ ദീർഘനാളുകൾ കൊണ്ട് ശുശ്രൂഷകനായി നിലനിൽക്കുന്നു. നാളെ എനിക്കൊരു വീഴ്ച സംഭവിച്ചാൽ അത് പെന്തക്കോസ്റ്റിന്റെ ഒരു പ്രശ്നമല്ല. പെന്തക്കോസ്റ്റിൽ ഞാൻ നിന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ പഠിപ്പിക്കുന്ന കാര്യം ബിബ്ലിക്കൽ അല്ല എങ്കിൽ, വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതല്ല എങ്കിൽ അതൊരു പെന്തക്കോസ്റ്റിന്റെ ഉപദേശമായി കണക്കാക്കാൻ പറ്റില്ല. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണാനന്തരം ദൈവം തന്നെ ജനത്തോട് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ജനം കാത്തിരുന്നു. യേശുക്രിസ്തുവിന്റെ
വാഗ്ദാന പ്രകാരം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ വന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നവരെയാണ് നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. പെന്തക്കോസ്ത് മാർഗക്കാരെന്നാണ് അതിന്റെ അർത്ഥം. ആ മാർഗത്തിൽ വന്നുപെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടവരാണെന്നൊന്നും എനിക്ക് ചിന്തയില്ല. ജനിച്ചു വളർന്നതിൽ സിംഹഭാഗവും രക്ഷിക്കപ്പെട്ടിട്ടില്ല തന്നെ. ഞാനിപ്പോൾ 3ഉം 4ഉം തലമുറയായി കഴിഞ്ഞ ആളാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞുറപ്പിക്കാൻ കഴിയും, രക്ഷിക്കപ്പെടാത്ത അനേകർ ഇതിനകത്ത് കൃത്യമായിട്ടുമുണ്ട്. ഈ പുതുതായി വരുന്ന ആൾക്കാരുണ്ട്, അതിൽ സിംഹഭാഗവും രക്ഷിക്കപ്പെട്ടു വരുന്നവരാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ ജനിച്ചു വളർന്ന 3ഉം 4ഉം തലമുറകളായി കഴിഞ്ഞവർ, അവരിങ്ങനെ അതിനകത്ത് ജനിച്ചത് കൊണ്ട് അതിനകത്ത് കിടക്കുന്നു. 12ഓ 15ഓ വയസ്സൊക്കെ ആകുമ്പോൾ സ്നാനപ്പെടുന്നു. പിന്നീട് അവിടുത്തെ സൺഡേ സ്കൂളിലെ പഠനം പൂർത്തിയാക്കുന്നു. സ്വാഭാവികമായും സൺഡേ സ്കൂൾ അധ്യാപകരാകുന്നു. പിന്നെ വിവാഹം കഴിക്കുന്നു. അവരതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരായി അങ്ങ് മാറുകയാണ്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇന്നിന്റെ പ്രശ്നം ഒരുപാട് ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ്. കഴിയുമെങ്കിൽ ഞാൻ ആ ശബ്ദരേഖ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് ഈ വീഡിയോയുടെ ഒടുവിൽ ചേർക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അത് കേട്ടു നോക്കാം കഴിയുമെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ പെൺകുട്ടി പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഒന്ന്, ഇവര് പറയുന്നതും ഇവരുടെ ജീവിതവുമായി ബന്ധമില്ല. അതിന് നല്ലൊരു ശതമാനം അതിന് ശരി കൊടുക്കാം. കാരണം പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് മാറ്റി പറയാൻ ഇവർക്ക് കഴിയില്ല. അതുപോലെ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സിംഹഭാഗവും ചെയ്യുന്നില്ല എന്ന് പറയാം. എന്നാൽ ചെയ്യുന്നൊരു വിഭാഗം ഇതിനകത്തുണ്ട്. നമ്മൾ ശരിക്കറിയേണ്ടത്, വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതി 12-ാം അധ്യായത്തിൽ 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റാ പറയുന്നത്. വിശ്വാസത്തിൽ നിലനിന്ന് ജയിച്ച ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശ് സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വളരെ കൃത്യമായി ഓട്ടം ഓടി ഫിനിഷ് ചെയ്ത ഒരു സാക്ഷികളുടെ സമൂഹത്തെ പരിചയപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, 7-ാം വാക്യം: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പോൾ അവരുടെ ജീവ അവസാനം ഫിനിഷ് ചെയ്തവരെ കാണിച്ചിട്ടാ പറയുന്നത്, നിങ്ങൾ അവരെ കണ്ട് പഠിക്കണം. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അത്തരത്തിൽ പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ അത്തരത്തിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരുടെ എണ്ണം മറ്റെല്ലാ സംഘടനകളിലും എന്നതുപോലെ പെന്തക്കോസ്തിനകത്തും കുറഞ്ഞു വരുന്നു. പിണറായി വിജയനെ കണ്ടിട്ട് നമുക്ക് ഇതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, സഖാവ് വെളിയം ഭാർഗവൻ മരിച്ച ആ ദിവസങ്ങളിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഒരു ആർട്ടിക്കിൾ എഴുതി. അത് പത്രത്തിൽ ഇങ്ങനെയാണ് വന്നത്: എല്ലാ പൊതു മീറ്റിങ്ങുകളല്ല, അവരുടെ പാർട്ടി മീറ്റിങ്ങുകളിലും വെളിയം ഭാർഗവൻ ആദ്യം തന്നെ എത്താറുണ്ട്. നിങ്ങൾ ഓർക്കണം, ഒരു പാർട്ടിയുടെ നേതാവ് അയാൾ ആദ്യം തന്നെ എത്തുകയാണ്. അതൊരു ക്വാളിറ്റിയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ബാക്കി എല്ലാവരും വന്ന് നിരന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ആൾ രംഗപ്രവേശനം ചെയ്യുന്നത്. അയാൾ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അയാൾ സ്വീകരിക്കണം. ഇത് പെന്തക്കോസ്തിനകത്തും ഈ ശാപം ആരംഭിച്ചിരിക്കുന്നു. 2, വെളിയം ഭാർഗവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രണ്ടാമത് കയറി വന്നത് പന്ന്യനാണ് പോലും. പന്ന്യനും ആദർശമുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും സീറ്റുകൾ കിട്ടാൻ സാധ്യത കുറവ്. എല്ലാവരെയും വെട്ടി പരാജയപ്പെടുത്തി മുഖ്യന്റെ കസേരയിൽ 2 വട്ടം ഇരിക്കുവാനും
കമ്മ്യൂണിസത്തിന്റെ ഒരു ആദർശം പോലും പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ കണ്ട് നമുക്ക് ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയാനാവില്ല. അപ്പോൾ ഇവിടെ പന്നിയൻ രവീന്ദ്രൻ ഇങ്ങനെ കയറി വരുമ്പോൾ പന്നിയൻ ആരോ ഒരു വാച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. നേരത്തെ ആരോ ഒരു വാച്ച്, ഒരു ഗോൾഡ് കവറിംഗ് ഉള്ള ഒരു വാച്ച് കൊടുത്തു. മൂപ്പര് ഈ വാച്ചും കെട്ടിക്കൊണ്ട് കയറി വരിക. അപ്പോൾ വെളിയം ഭാർഗവൻ സാർ അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്നിയൻ കയറി വരുമ്പോൾ വെളിയം ഭാർഗവൻ സാർ ചോദിക്കുകയാണ്, എന്താ രവി കയ്യിലൊരു തിളക്കം? പന്നിയൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഉടൻ തന്നെ പുള്ളി ഇതിനെ അഴിച്ച് പോക്കറ്റിലിട്ടു. പിന്നീട് ഒരിക്കലും ആ വാച്ച് അയാൾ കെട്ടിയിട്ടില്ല. അപ്പോ കമ്മ്യൂണിസത്തിന്റെ ആദർശത്തിന്റെ ഒരു ഭാഗമാണ് സ്വർണം ധരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു വാച്ച് യോജിച്ചതല്ലടോ എന്നാണ് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെയും മൂളലിന്റെയും ഭാവം. അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന് കഴിഞ്ഞു. എന്റെ ചോദ്യം, അമ്മാതിരി ഒരു ചോദ്യം പിണറായിക്ക് ചോദിക്കാൻ കഴിയുമോ? അയാൾ ചോദിച്ചാൽ തന്നെ അയാളുടെ അണികളിൽ ആരിതുപോലെ അഴിച്ചു മാറ്റും? കാര്യം തിരിച്ചു പറയും, നീ ആദ്യം പോയി നിന്റെ മോളെ ശരിയാക്കിയിട്ട് വാടോ എന്ന് പറയും. അഴിമതിക്ക് കൂട്ടു നിൽക്കുകയും അഴിമതി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയും കമ്മ്യൂണിസ്റ്റിന്റെ പേര് തകർത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ വെളിയം ഭാർഗവൻ കുറച്ചങ്ങോട്ടോ കൂടെ ഉണ്ട്, ഒരു നേതാവ്, പന്നിയൻ രവീന്ദ്രൻ, VS അച്യുതാനന്ദൻ, EK നായനാർ, ഇങ്ങനെ എത്രയോ ആദർശ ശുദ്ധിയുള്ളവർ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന മാർഗം, മതമല്ല, മാർഗത്തിനകത്ത് വചനം പഠിപ്പിക്കുന്നത് പോലെ ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് പേരില്ല, നിശ്ചയമായിട്ടുമുണ്ട്. അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, യൗവനക്കാരുണ്ട്, കുട്ടികൾ തന്നെ എത്ര പേരുണ്ടെന്നറിയാവോ? അപ്പൊ തന്നെ 8 പേര് മോശമായിട്ട് നടക്കുകയാണെങ്കിൽ 2 പേരോ ചിലപ്പോൾ ഒരാളെ നല്ലതായിട്ട് നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യം സത്യമാണ്. അതിനെ മറച്ചു വെക്കുന്നത് കൊണ്ടൊന്നും അർത്ഥമില്ല. അപ്പൊ നമ്മൾ ഈ ഓടാൻ നിൽക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്ത് ആളില്ല എന്നതുകൊണ്ട് ഓടുന്നതാണോ, അതോ നിങ്ങൾക്കിത് ഇങ്ങനെ ആകാൻ മടിച്ചിട്ട് ഓടുന്നതാണോ? എനിക്കതിനെ ചോദിക്കാനുള്ള അധികാരമില്ലെന്ന് എനിക്കറിയാം. കാരണം പെന്തക്കോസ്റ്റിനകത്ത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി, നമ്മുടെ പുത്തൻ തലമുറകൾക്ക് ഇതെന്താണ് സാധനമെന്നറിയില്ല. അറിയാത്തതിന് പല കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പെന്തക്കോസ്റ്റിന്റെ മുഖമുദ്ര പരിശുദ്ധാത്മാവാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് പഠിച്ചവതരിപ്പിക്കുന്ന അന്യഭാഷയല്ലാതെ കാത്തിരുന്ന് കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനോ കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്യാനോ സഭകൾക്ക് നേരമില്ല. സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകാൻ നേരമുണ്ട്, സൺഡേ സ്കൂളിന് പോകാൻ നേരമില്ല. സഭയുടെ കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ ജനത്തിന് സമയമില്ല. ആത്മീക കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താനും മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വളരാനൊട്ട് നേരവുമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതെന്താണ് കഥയെന്ന് മനസ്സിലാക്കുന്നില്ല. നിർബന്ധം കൊണ്ട്, മാതാപിതാക്കളുടെയും ഉപദേശിമാരുടെയും നിർബന്ധം കൊണ്ട് ചെറുപ്പത്തിൽ കുറച്ചു ദിവസം ചർച്ചിനോട് ഇടപഴകിയൊക്കെ നിൽക്കുന്നെങ്കിലും ഇതിന്റെ കഥയെന്താണെന്ന് അവർക്കറിയാത്തതിനാൽ, വചനത്തിൽ കൃത്യമായ കാര്യം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാത്തതിനാലും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ദൈവകൃപയെ ആസ്വദിച്ച് മനസ്സിലാക്കാത്തതിനാലും സ്വാഭാവികമായും അവര് ഇതിനകത്ത് കഴമ്പില്ലെന്ന് പറഞ്ഞ് വിട്ടേച്ചു പോവുകയാണ്. അതിനെനിക്ക് തെറ്റൊരിക്കലും പറയാനാവില്ല. ഈ ഉപദേശം എന്താണെന്ന് അറിയുന്നവരിന്ന് കുറവാണ്, ഇത് പഠിപ്പിക്കുന്നവർ നന്നേ കുറവാണ്. വ്യാജന്മാരുടെ എണ്ണം കൂടി വരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവസഭ ഉഷാറായി വളർന്നു വന്നിട്ട് രാഷ്ട്രീയത്തിലേക്കും മതത്തിലേക്കും ഇറങ്ങിപ്പോയതുപോലെ അതന്ന് കത്തോലിക്ക സഭയായി പിന്നീട് മാറി. ഇന്ന് കത്തോലിക്ക സഭയുടെ അതേ പുറകെ പെന്തക്കോസ്തും പോവുകയാണ്. അന്ന് റോമിലെ പോപ്പ് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തോടെ കുസ്തന്തിനോസിനോടും പിന്നാലെ വന്ന ഭരണാധികാരികളുടെയും പുറകെ പോവുകയും പിൽക്കാലത്ത് ഭരണാധികാരികളെ അഭിഷേകം ചെയ്യുന്നത് തന്നെ ഇവരായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടം
ഉണ്ടായി. അതാണ് റോമൻ കാത്തലിക്കിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്തുവിനെ കൊണ്ടുവന്നത് പോലും അവരാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് പോലും റോമൻ കാത്തലിക് ആണെന്ന് ഇവന്മാർ അവകാശം പറഞ്ഞും വീമ്പിളക്കി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പെന്തക്കോസ്റ്റ് തകർച്ചയുടെ പാതയിലാണ്. കോട്ടയത്ത് വച്ച മീറ്റിംഗ് നിങ്ങൾ നോക്കൂ. പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തതും ഉപദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്തതും വേർപാടോ വിശുദ്ധിയോ തൊട്ടുതെറ്റിട്ടില്ലാത്തതും എല്ലാറ്റിനും അപ്പുറം പോയാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം 2 മൃഗങ്ങൾ രാഷ്ട്രീയവും മതവും ഒരുമിച്ചൊരു വേദി പങ്കെടുത്ത് നമ്മൾ കാണുകയാണ്. എനിക്കതിൽ സന്തോഷം തോന്നിയത് ഈ രക്ഷിക്കപ്പെട്ടവരെന്നും ദൈവത്തിന്റെ പ്രതിനിധികളെന്നും അവകാശം പറയുന്ന ഈ വർഗക്കാരെക്കാൾ വളരെ ഡീസന്റ് ആയിട്ട് വി.ഡി. സതീശൻ പ്രസംഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് കുറച്ചു നേരം കൂടെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ പൊട്ടത്തരങ്ങളാണെങ്കിലും ബൈബിളുമായിട്ട് അത്രയും പരിചയമില്ല എങ്കിൽ പോലും അദ്ദേഹം വളരെ മനോഹരമായി വാതിൽ എന്ന വിഷയത്തെക്കുറിച്ച് വാതിലുമായി ബന്ധമില്ലാതെങ്കിലും സംസാരിച്ചതിൽ സന്തോഷമുണ്ട്. അതും കേട്ട് കൈയടിക്കാൻ അവിടെ ഇരുന്ന ആൾക്കാര് തയ്യാറായിരുന്നു. കാരണം ഇവർക്ക് തെക്കും വടക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സ്വർഗത്തിൽ ഇതാ നന്മ വരാൻ പോകുന്ന പറഞ്ഞാൽ കൈയടിക്കും. പാസ്പോർട്ട് വിസ അടിക്കാൻ പോകുന്ന പറഞ്ഞാൽ കൈയടിക്കും. കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ നിന്ന് വിസ അടിച്ചു കാണിക്കുന്നുണ്ട്. ആ പെങ്കൊച്ചു പറയാണ് എനിക്ക് സൗദിക്ക് വിസ വേണം. അവൻ പറഞ്ഞു അമേരിക്കക്ക് തരാം. പിന്നീട് പറഞ്ഞു തൽക്കാലത്തേക്ക് കുവൈറ്റിന് അടിക്കാം. എന്തൊക്കെ തമാശകളാണ്. അപ്പൊ എന്തൊക്കെയോ ഇതൊക്കെ കണ്ട് ജനം കൈയടിക്കുകയാണ്. വിവരക്കേടുകളുടെ പുറകെ കൈയടിക്കാനും ബഹളം വെക്കാനും ഈ ജനം നടക്കുന്നതിന് കാരണം ഇവർക്ക് വചനം അനുസരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വചനം പറയാൻ ഇവന്മാരും താല്പര്യമില്ല. ഇവന്മാരും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. താര് പറയുന്ന കേട്ടു 3000 രൂപയുടെ ബൈബിൾ നിങ്ങൾക്ക് വേണം. എടോ 3000 രൂപയുടെ ബൈബിൾ അല്ല വേണ്ടത്. 30 രൂപയുടെ ബൈബിൾ ആയാലും വേണ്ടില്ല. ബൈബിൾ വായിക്കുകയാണ് വേണ്ടത്. അത് ധ്യാനിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവന്മാരൊക്കെ ആയിരം കണ്ടോ ഫാൻസി സ്റ്റോർ നടത്തിക്കൊണ്ട് നടന്നവനാണ്. 50 രൂപ പോലും ദിവസം കിട്ടാതിരുന്നവന് ആൾക്കാർ ചാക്ക് കണക്കിന് കാശ് കൊണ്ടിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്റെ രീതി മാറി, സ്വഭാവം മാറി, പ്രസംഗം മാറി. വചനം വായിക്കാനും പഠിക്കാനും അനുസരിക്കാനും അനുഗമിക്കാനും ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം 3000 രൂപയുടെ പറ്റുമെങ്കിൽ 5000 രൂപയുടെ ബൈബിൾ മേടിച്ച് കക്ഷത്ത് വെച്ചോളാൻ അവനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവന്റെയൊക്കെ പുറകെ നടക്കാനും ജനമുണ്ടല്ലോ എന്നോർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. കാരണം ജനം അങ്ങനെയാണ്. അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാം കയ്യിൽ ഗോൾഡ് കോയിൻ വരും. എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത്. ഈ സെയിം സാധനമാണ് യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിന്ന് സാക്ഷാൽ ചെകുത്താൻ പറഞ്ഞത്. ഇവനൊക്കെ സാത്താന്റെ ചെകുത്താന്റെ പ്രതിരൂപമാണെന്നതിന് സംശയം വേണ്ട. പക്ഷേ ദൗർഭാഗ്യവശാൽ ജനം തിരിച്ചറിയുന്നില്ല. സോഷ്യൽ മീഡിയകൾ ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഈ സോഷ്യൽ മീഡിയയുടെ പ്രചാരകരും ബൈബിളുമായി വലിയ ബന്ധമില്ലാത്തവരാകയാൽ ഇതിന്റെ എത്രത്തോളം കൃത്യത അവർ പുറത്തു കൊണ്ടുവരും എന്നെനിക്കറിയില്ല. എങ്കിലും ഭയങ്കരമായ ചീറ്റിംഗ് ഒക്കെ അവർക്കറിയാം. അതൊക്കെ അവർ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ബിബ്ലിക്കലി വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആണെന്നവർക്ക് പരിചയമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം വളരെ കൃത്യമായി ഉപദേശം പഠനവും ഉപദേശത്തിൽ നിലനിൽക്കുകയും അനുഭവവും ഉണ്ടാകേണ്ടിടത്ത് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പരാമർശിക്കുന്ന വിഷയത്തിലെ ഇതിവൃത്തം. അപ്പോൾ ആ കുട്ടി വളരെ വർഷങ്ങൾ ഇതിനകത്ത് നിന്നിരിക്കുന്നു. അവിടെ പറയുക പ്രവചനങ്ങൾ പറയുന്നു, പലതും നടക്കുന്നില്ല. പ്രവചനങ്ങൾ പറയുന്ന ബൈബിൾ പറയുകയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല, അവർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ വിശ്വാസിക്ക് അല്പം വിവേചനവരം വേണം. വിശ്വാസിക്ക് വിവേചനവരമില്ലാതെ പോയാൽ അവർ നിങ്ങളെ വഴിതെറ്റിക്കും. ഇത് തിരിച്ചറിയാൻ ദൈവമക്കൾ ആത്മീകരായി മാറുകയാണ് ഏക പോംവഴി. ഇനി മുൻപിലേക്ക് കടന്നാൽ ആ പെൺകുട്ടി ഉദ്ധരിച്ച രണ്ടാമത്തെ പ്രശ്നം ആഭരണമാണ്. ആഭരണം എന്തുകൊണ്ട് ഇവന്മാരിടുന്നില്ല അത് ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടി ഇപ്പൊ ഇടുന്നു എന്നും കണ്ടുമാണ് പറഞ്ഞു കേട്ടത്. മാത്രവുമല്ല പെന്തക്കോസ്തിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ശരിയാണ്. ഇതിനകത്ത് ഈ സ്ട്രിക്റ്റും കാര്യങ്ങളും ഒക്കെ പണ്ടുണ്ടായിരുന്നു.
എന്തിനാണ് ഈ സ്ട്രിക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതൊരു മാർഗമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും ക്രിസ്തുവിന്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചെല്ലേണ്ടുന്ന ഒരു പദ്ധതിയാണിത്. ദൗർഭാഗ്യവശാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല, രക്ഷിക്കപ്പെടാൻ മുതിരുന്നില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നില്ല, നിത്യത എന്ന പ്രത്യാശ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയോ യേശുവിനോടുള്ള നിത്യജീവനോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ ജനത്തിന് എന്തിനാണ് ആഭരണം വർജിക്കുന്നതെന്നോ, എന്തിനാണ് വെള്ളവസ്ത്രം ധരിക്കുന്നതെന്നോ, എന്തിനാണ് ആഡംബരങ്ങളെ ഒഴിവാക്കുന്നതെന്നോ പാവം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്നത് സത്യം തന്നെയാണ്. ഞാൻ പണ്ട് കൃത്യമായി ആഭരണവർജനം പ്രസംഗിച്ചിരുന്നയാളാണ്. ഇന്ന് പ്രസംഗിക്കുന്നതില് കുറവ് വരുത്തിയിട്ടുണ്ട്. അതിന് കാരണം ആഭരണവർജനമല്ല പ്രസംഗിക്കേണ്ടതെന്നും ജനത്തെ കർത്താവിന്റെ സ്നേഹത്തോടാണ് അടുപ്പിക്കേണ്ടതെന്നും എനിക്കിപ്പോൾ ബോധ്യമായി. ജനം കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് ആഭരണവർജനം. അത് അവർ ചെയ്തുകൊള്ളും. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ചർച്ചിലെ ഒരു ആന്റി സാക്ഷി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആന്റിയുടെ ഹസ്ബൻഡും ചർച്ചിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആന്റി പറഞ്ഞത്, എനിക്ക് ആഭരണത്തോട് ഇപ്പോൾ വെറുപ്പാണ്, പക്ഷേ എന്റെ ഹസ്ബൻഡ് അത് അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് ധരിച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് കൂടി പൂർണ്ണമായ മാനസാന്തരത്തിൽ എത്തുന്ന ഘട്ടത്തിൽ ഞാനിത് ഉപേക്ഷിക്കും. അങ്കിൾ എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആന്റിയുടെ ഹസ്ബൻഡ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു, ഫാസ്റ്ററെ എനിക്ക് സ്നാനം വേണം, ഞാൻ ഈ ആഭരണങ്ങളൊക്കെ മാറ്റും, പക്ഷെ എന്റെ ഭാര്യയുടെ മാല മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം അദ്ദേഹം അവരെല്ലാം മറ്റൊരു മാർഗത്തിൽ നിന്ന് വന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം ഈ മാലയാണ് എന്നെ ഭർത്താവാക്കിയിരിക്കുന്നത്, ഈ മാലയാണ് ഇദ്ദേഹത്തെ എന്റെ ഭാര്യയാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാലയാണ് മാല, ഇതാണ് സംഭവം എന്നൊരു ചിന്ത സ്വാഭാവികമായി അവർക്കുണ്ട്. അത് മാറി വരിക സമയമെടുക്കും. അല്ലാതെ ആദ്യം തന്നെ ഇതെല്ലാം കൂടെ പറിച്ചെടുപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ക്രിസ്തു അവരുടെ ഉള്ളിൽ നിറഞ്ഞു വരുമ്പോൾ, ലോകത്തെ അവർ വെറുക്കാൻ തുടങ്ങുമ്പോൾ, സത്യം അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ, അവർ സ്വാഭാവികമായും ഇവറ്റകളെ ഉപേക്ഷിക്കാൻ തുടങ്ങും. മേത്തരമായ സന്തോഷവും മേത്തരമായ പ്രത്യാശയും അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് അവരിതിനെ വെറുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ നിർബന്ധിച്ചത് ചെയ്യിപ്പിച്ച് അവര് കർത്താവിനെ വെറുക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആഭരണവർജനം ഒരു വെറും കഥയായി നിലനിർത്താതെ അവരുടെ ഉള്ളിൽ ക്രിസ്തുവിനെ നിറയ്ക്കണം. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അവരുടെ ഉള്ളിൽ വചനാധിഷ്ഠിതം പറഞ്ഞുറപ്പിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി ക്രിസ്തുവിന്റെ സ്നേഹം വളർച്ച പ്രാപിക്കുമ്പോൾ അവരെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്നതിന് സംശയം വേണ്ട. പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടമോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മാത്രം എനിക്ക് ഉണരണമെന്നും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വല്ലാതെ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ജനമെത്തുമ്പോൾ സ്വാഭാവികമായും അവർ ഇവകളെ ഉപേക്ഷിക്കില്ല, ജീവിതശൈലി മാറ്റും. അതുകൊണ്ട് നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ദൈവകൃപ പ്രാപിക്കാൻ പാകത്തിന് അവരെ ആത്മനിറവിലാക്കിയെടുക്കേണ്ടതിന് പകരം നമ്മൾ ഈ തുടരുത്, തിന്നരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഈ ജനത്തെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ് ഇന്നത്തെ പ്രതിസന്ധി. അതാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നു സുഹൃത്തുക്കളെ, ഏത് കാർ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓഡിയോ, ബെൻസോ, ജാഗ്വാറോ, റോൾസ് റോയ്സോ ഏത് വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് പ്രധാനം. ചില പറയാം, ഞാൻ മാരുതി 800 ഉപയോഗിക്കത്തുള്ളൂ. അത് തെറ്റാണ്. പൗലോസ് പറയുന്നു, എനിക്ക് സമൃദ്ധിയിലിരിക്കാനും ഞെരുക്കത്തിലിരിക്കാനും അറിയാം, എനിക്ക് ഉയർച്ചയിലിരിക്കാനും താഴ്ചയിലിരിക്കാനും അറിയാം,
എനിക്ക് ഇന്നതേ പറ്റൂ എന്ന് നമ്മൾ മുന്തിയതിനോടോ താണതിനോടോ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. ഞാൻ സ്റ്റാർ ഹോട്ടലിലേക്ക് കിടക്കൂ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതും തെറ്റാണ്. ഞാൻ വഴിവക്കിലേ കിടക്കത്തുള്ളൂ എന്ന് ചിന്തിച്ചാലും തെറ്റാണ്. വഴിവക്കിൽ കിടക്കേണ്ടി വന്നാൽ അവിടെ കിടക്കണം, സ്റ്റാർ ഹോട്ടലിൽ കിടക്കേണ്ടി വന്നാൽ അവിടെ കിടക്കണം. എവിടാണോ ദൈവം തൽക്കാലത്തേക്ക് നമുക്ക് ഒരുക്കി തരുന്നത് അവിടെ കിടക്കാൻ തയ്യാറാകണം. ഇന്ന വാഹനത്തിലെ യാത്ര ചെയ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്, അത് മുന്തിയതായാലും കുറഞ്ഞതായാലും. ഞാൻ ചെരുപ്പിടുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ്, ഞാൻ വുഡ്ലാൻഡ് ഇടത്തുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോ എനിക്ക് ഇന്നതേ പറ്റത്തുള്ളൂ എന്ന് കുറഞ്ഞതിനോടായാലും കൂടിയതിനോടായാലും ഒരു അഭിനിവേശം കാണിക്കുന്നുവെങ്കിൽ നമ്മൾ ലോകത്തെ വെറുത്തിട്ടില്ല എന്നും കർത്താവിനെ സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടില്ല എന്നും ഉറപ്പിച്ച് നിസ്സംശയം പറയാൻ കഴിയും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാൻ ശ്രമിക്കട്ടെ. പെന്തക്കോസ്തിൽ നിന്ന് ആ കുട്ടി വാസ്തവത്തിൽ പെന്തക്കോസ്റ്റ് ഉപേക്ഷിച്ചതേ ഉള്ളൂ, ദൈവത്തെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പെന്തക്കോസ്റ്റ് ആ കുട്ടി നിന്ന് മടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മടുത്ത ആയിരക്കണക്കിന് പേരുണ്ട്. ഒരുപാട് പേര് സഭ വിട്ടു പോകുന്നുണ്ട്. സഭയ്ക്കകത്തെ രാഷ്ട്രീയം ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധികൾ ഒരുപാടാണ്, ഇനി അനുഭവിക്കേണ്ടതും ഒരുപാടാണ്. ഉപദേശി വർഗം തന്നെ അടുത്ത ഉപദേശികളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളുമായി ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഒരു പാസ്റ്റർ സഭ മാറിപ്പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ചർച്ചയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ എല്ലാ സ്വിച്ചുകളും ഇളക്കിക്കൊണ്ടുപോയി, എല്ലാ ഫാനുകളും ഇളക്കിക്കൊണ്ടുപോയി. എന്തിനേറെ സഭയുടെ പറമ്പിൽ നേരത്തെ ഇരുന്ന ഉപദേശി നട്ടിരുന്ന വാഴകൾ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ അടുത്തു വരുന്ന ഉപദേശി ഇതിന്റെ കൊല പോലും തിന്നണ്ട. ഇത്തരത്തിൽ മൈൻഡ് സെറ്റ് ഉള്ള ഉപദേശിമാര് സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടെന്ന് കരുതി നല്ല ആൾക്കാരില്ലെന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ഇല്ലെന്ന് പറയാനൊക്കില്ല. ഒന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, സ്വർഗരാജ്യത്തിലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, രണ്ടു വഴിയില്ല. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ നിത്യരാജ്യത്തിലെത്തും. സ്വർഗരാജ്യത്തിലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി കഴിഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അവന് നമ്മൾ ലോക്കലി പറയുന്ന പേരാണ് പെന്തക്കോസ്തുകാരൻ. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തുകാരനാകാതെ സ്വർഗരാജ്യത്തിൽ പോകും സാധ്യമല്ല. അടുത്തു പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്. അപ്പസ്ഥലത്തുള്ള ഉപദേശമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവർത്തികളുടെ പുസ്തകത്തിലും തുടർന്നു വരുന്ന യൂദയുടെ ലേഖനം വരെ വരുന്ന ലേഖന ഭാഗങ്ങളിലും ദൈവത്തിന്റെ സഭ എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിന്റെ അത്യാവശ്യം വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ അമ്മാതിരി തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നവനെ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ, അതിന് സംശയമൊന്നും വേണ്ട. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയവും മതവും ജാതിയും വല്ലാതെ കടന്നിരിക്കുന്നു. ലോകം ഇതിനകത്ത് വല്ലാതെ കടന്നിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ റോമൻ കാത്തലിക് സഭയ്ക്കകത്ത് സംഭവിച്ച അതേ മൂല്യച്യുതി ഇന്നിവകൾക്കകത്ത് സംഭവിച്ചിരിക്കുന്നു. ഇനി പെന്തക്കോസ്ത് എന്ന് പറയുന്ന നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നാമധേയ പ്രസ്ഥാനങ്ങളെയും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂജൻ സംവിധാനങ്ങളെയും കർത്താവ് വകഞ്ഞു മാറ്റി കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ മറ്റൊരു രീതിയിൽ പ്രദർശിപ്പിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നിത്യരാജ്യത്തിലേക്ക് പോകാൻ ഉള്ളിൽ താല്പര്യമുള്ള ദൈവജനം, ലോകത്തെ തള്ളിക്കളയാനും ഈ ലോകത്തിൽ നമ്മൾ അല്പകാലമേ ജീവിക്കൂ എന്ന തിരിച്ചറിവും പ്രാപിച്ചിരിക്കുന്ന ദൈവജനം നിത്യതയ്ക്ക് പോകാൻ തയ്യാറാകണം. ആരെല്ലാം ഇവിടെ വീണു മരിച്ചു എന്ന് പറഞ്ഞാലും, ആരെല്ലാം ഈ ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാലും, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ വിജയിക്കുന്നുള്ളൂ എങ്കിൽ അത് ഞാനാകാൻ കണക്കിനോടണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഓട്ടക്കളത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും പൊസിഷനൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ ഒരുത്തനെ ജയിക്കുമെങ്കിൽ എനിക്ക് ജയിക്കണം. ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ് ചെയ്യാതെ എനിക്ക് നിങ്ങൾക്കും വിജയിക്കാനാവില്ല. ന്യൂജൻ ഉപദേശിമാരുടെ വീഴ്ചയോ, സ്ഥാപിത സഭകളിലെ ഉപദേശിമാരുടെ വീഴ്ചയോ, സംഘടനകളുടെ പരാജയമോ, ഉപദേശരാഹിത്യമോ, പരിശുദ്ധാത്മാവില്ലാതെ വരുന്നതോ, തിന്മകളുടെ നിറവോ കണ്ട് ക്രിസ്തുവിനെ തള്ളിക്കളയരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാൻ പാടില്ല. പൗലോസ് അതാണ് ഉറപ്പിച്ചു പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. കഷ്ടതയോ സങ്കടമോ
ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതെന്ത് വന്നാലും നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ വേർപെട്ടു പോകേണ്ട കാര്യമില്ല. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒറിജിനൽ ദൈവമക്കളാകാൻ നമുക്ക് കഴിയുമോ? നമ്മളെ അറുപ്പാനുള്ള ആടിനെ പോലെ എണ്ണും. അവിടെ ഇങ്ങനെ പറഞ്ഞ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മാന്യ ദൈവമക്കളെ, കൂടെ ഓടാനിറങ്ങിയവർ വീണുപോയാലും മുൻപിൽ നിന്നിരുന്ന കേമന്മാർ വീണുപോയാലും നമുക്ക് പൂർണ്ണ ജയം തരുവാനും നമ്മളെ നിശ്ചതയിൽ കൊണ്ടെത്തിക്കാനും ശക്തനും കരുത്തനുമായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. അടുത്ത് പറയുന്നവിടെ കേൾക്കൂ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് ഉറപ്പ്. യാതൊന്നിനും, ഏത് ന്യൂജൻ ഉപദേശി വീഴട്ടെ, ആര് പരാജയപ്പെടട്ടെ, ആർക്കെന്ത് സംഭവിക്കട്ടെ, യാതൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഉറപ്പിക്കുന്ന ഒരാൾക്കേ വിജയിക്കാൻ കഴിയൂ. ഇല്ലാത്തവർ പെന്തക്കോസ്റ്റിൽ നിന്ന് തന്നെ പ്രസ്ഥാനം വിട്ടുവിട്ട് നടക്കേണ്ടി വരും. പെന്തക്കോസ്റ്റിൽ നിന്ന് ചാടി കാത്തലിക്കിലേക്കോ ഓർത്തഡോക്സിലേക്കോ മർത്തോമയിലേക്കോ CSIയിലേക്കോ പോകേണ്ടി വരും. ഇതിനു വേണ്ടി ചിലപ്പോൾ കാരണങ്ങൾ പലതായിരിക്കാം. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ആഭരണം ധരിക്കാൻ പോകുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, എനിക്കൊന്നേ പറയാനുള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ വേർപെട്ട് പോകരുത്. പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സംഘടനയുമായി നിങ്ങൾ കൂട്ടുകൂട്ടരുത്. തിരുവെഴുത്തിനെ അനുസരിക്കാൻ കഴിയാത്ത ആരുമായും നിങ്ങൾ സഹകരിക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോട് ചേർന്ന് 2-3 കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാനുണ്ട്. ഞാൻ വരും വീഡിയോകളിൽ അവകൾ ചേർത്തുകൊള്ളാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ വീണ് കിടക്കുന്ന അസ്ഥികൂടങ്ങളെ കണ്ട് പരാജയപ്പെട്ട് സഭയുപേക്ഷിച്ച് പിന്മാറ്റത്തിലേക്ക് പോകാതെ ആ വീണവന്മാരുടെ അസ്ഥിക്കൂമ്പാരത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുവാനുള്ള അഭിഷേകം പ്രാപിച്ച് നിത്യതയ്ക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.